ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് മൈഥിലി അകത്തേക്ക് കയറുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് മൈഥിലി കാർത്തികിൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ താൻ കിടക്കുന്ന കട്ടിലുണ്ടായിരുന്നില്ല. ഇത് കാണുന്ന മൈഥിലി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അതേസമയം മീനാക്ഷി അങ്ങോട്ടേക്ക് വരുമ്പോൾ നീ ഇവിടെ എന്ത് വൃത്തികേടാ കാണിച്ചതെന്ന് മൈഥിലി ചോദിക്കുന്നു. വൃത്തികേടോ? അതിന് ഞാൻ വൃത്തികേടൊന്നും കാണിച്ചില്ലല്ലോ എന്ന് മീനാക്ഷി പറയുമ്പോൾ പിന്നെ ഇവിടെ കിടന്ന കട്ടില് ആരെ എടുത്തുകൊണ്ട് പോയതെന്ന് മൈഥിലി ചോദിക്കുകയാണ്. എൻ്റെ മുറിയിൽ നിന്നും എൻ്റെ കട്ടില് നീ എന്ത് ധൈര്യത്തിൽ കൊണ്ടുപോയെന്ന് മൈഥിലി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ്, നിൻ്റെ മുറിയോ നിൻ്റെ കട്ടിലോ അങ്ങനെയൊന്നും ഇവിടെ ഇല്ലല്ലോ. നീ എന്താ ആ തിരുമേനി പറഞ്ഞതൊക്കെ മറന്നുപോയോ എന്ന് മൈഥിലി ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് രാജലക്ഷ്മി അമ്മ വരികയാണ്. തിരുമേനി അന്ന് വന്നത് കൂടാതെ പിന്നെ ഒരു തവണ കൂടി ഇങ്ങോട്ടേക്ക് വന്നായിരുന്നു എൻ്റെ മൈഥിലി എന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം മൈഥിലിയോട് പറയുകയാണ് രാജലക്ഷ്മി അമ്മ. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മൈഥിലി. നീ ആ തിരുമേനിയെ നിന്റെ വശത്താക്കിയതല്ലേ എന്ന് മൈഥിലി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ്, നീയും നിന്റെ ആൾക്കാരും കൂടി അയാളെ കൊണ്ട് പറയിപ്പിച്ചതെല്ലാം അയാൾ എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നീ ഇനി കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് മീനാക്ഷി അവിടുന്ന് പോകുമ്പോൾ മൈഥിലി ദേഷ്യത്തോടെ തൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. തുടർന്ന് മൈഥിലി ഫോൺ എടുത്ത് വൈശാഖിനെ വിളിക്കുന്നു. വൈശാഖെ, ആ 21 ദിവസത്തെ പ്ലാനാകെ തകർന്നതുപോലെയാണ്. ഇനി കാർത്തിയുമായിട്ട് ഒരുമിച്ച് കിടക്കണ്ടെന്നാ ഇവിടെയുള്ളവർ പറയുന്നത്. ഇത് കേൾക്കുന്ന വൈശാഖ് ദേഷ്യത്തോടെ പറയുകയാണ്, അപ്പോൾ നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ? നിനക്ക് ആ കാർത്തിയോടൊപ്പം ജീവിക്കുന്നതാ ഇഷ്ടമെന്ന് എനിക്കറിയാം. മേലാൽ നീ എന്നെ ഫോൺ വിളിച്ചു പോകരുത്. നീയെ വിഷമാണ്, വെറും വിഷമല്ല, മാരക വിഷം തന്നെ. ഇനി മേലാൽ നീ എന്നെ വിളിക്കരുത്, എൻ്റെ അടുത്ത് പോലും വരരുതെന്ന് പറഞ്ഞ ദേഷ്യത്തോടെ വൈശാഖ് കോള് കട്ട് ചെയ്യുമ്പോൾ എല്ലാം കേട്ട് ആകെ തകർന്നിരുന്ന് കരയുന്ന മൈഥിലിയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കാർത്തിയും മീനാക്ഷിയുമാണ്. നാളെ തന്നെ കുഞ്ഞിൻ്റെ ചോറൂണ് നടത്തണമെന്ന് കാർത്തി പറയുമ്പോൾ അച്ഛൻ ജയിലിലായ കാര്യമെല്ലാം പറഞ്ഞ് വിഷമത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി. എൻ്റെ മീനാക്ഷി, ആ മൈഥിലിയിൽ നിന്നും ഒരു രക്ഷ വേണമെന്ന് നീ തന്നെയല്ലേ പറയുന്നത്? എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നത്? അതേസമയം അവരുടെ സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് മൈഥിലി വരികയും അവർ പറയുന്നതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുകയും ചെയ്യുന്നു. വല്യമ്മാവൻ എത്രയും പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്നും പുറത്തു വരുമെന്ന് പറഞ്ഞ് കാർത്തി മീനാക്ഷിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ മീനാക്ഷി മൈഥിലിയുടെ നിഴൽ കാണുകയാണ്. പെട്ടെന്ന് തന്നെ കതക് വലിച്ചടച്ചിട്ട് മീനാക്ഷി പറയുകയാണ്, ചില ചാവാലിപ്പട്ടികളെ ഉറക്കമില്ലാതെ സ്റ്റെപ്പ് കയറി വരെ മുകളിലേക്ക് വരും. ഇത് കേൾക്കുന്ന മൈഥിലി മനസ്സിൽ പറയുകയാണ്, അവൾ എന്നെ കണ്ടെന്ന് തോന്നുന്നു. നാളത്തെ ചോറൂണ് ഞാൻ തന്നെ മുടക്കിത്തരാം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മൈഥിലി മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് വൈശാഖിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ വൈശാഖ് തന്നെ അടിച്ചതും തന്നെ കൊല്ലാൻ ശ്രമിച്ചതും വൈശാഖിന് അല്പം മുമ്പ് ഫോൺ വിളിച്ച കാര്യമെല്ലാം ഓർത്ത് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മൈഥിലി. തുടർന്ന് ഒരു പേപ്പർ എടുത്ത് എന്തൊക്കെ എഴുതുകയാണ് മൈഥിലി. അതിനുശേഷം മൈഥിലി പറയുകയാണ്, എൻ്റെ കല്യാണ സാരിയിൽ തന്നെ എൻ്റെ അന്ത്യവും കുറിക്കട്ടെ. അത്രയും പറഞ്ഞ് തൻ്റെ കല്യാണ സാരി എടുത്ത് കയ്യിൽ പിടിക്കുകയാണ് മൈഥിലി. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവർക്കും ചായ കൊടുക്കുന്ന മാലതിയെയാണ്. അതേസമയം എല്ലാവരും ചോറൂണിനായിട്ട് ഒരുങ്ങി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. മാലതി മൈഥിലിക്കുള്ള ചായയുമായിട്ട് മുറിയിലേക്ക് പോകുന്നു. പെട്ടെന്ന് തന്നെ അയ്യോ അമ്മേ എന്ന് വിളിച്ചുകൊണ്ടുള്ള മാലതിയുടെ അലർച്ചയാണ് കേൾക്കുന്നത്. ഇത് കേട്ടെല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.